സുഹൃത്തുക്കളെ, എന്തൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞാലും പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ ഈ ഒരു ദിവസം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഹിജറ കലണ്ടർ പ്രകാരം പുതുവർഷമായ ഈ 1448 വർഷത്തിലെ ആദ്യ മാസമായ ഈ മുഹറം മാസത്തിലെ ആശൂറാ ദിനം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ആശൂറാ ദിനത്തിൽ ഒരു നോമ്പുണ്ട്. സുന്നത്ത് നോമ്പാണെങ്കിലും ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ പവിത്രമായൊരു നോമ്പാണ്. ഈ ഒരൊറ്റ നോമ്പ് കൊണ്ട് കഴിഞ്ഞുപോയൊരു വർഷത്തെ പാപം പടച്ചറബ്ബ് പൊരുത്തപ്പെട്ടു തരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആശൂറ എന്ന പേരിൽ അറിയപ്പെടുന്ന സുന്നത്ത് നോമ്പ്. അല്ലാഹു തആലാക്ക് വേണ്ടി ആശൂറ എന്ന സുന്നത്ത് നോമ്പിനെ നോറ്റി വീട്ടുവാൻ ഞാൻ കരുതി എന്നാണ് നിയത്ത്. ആദം നബിയുടെ തൗബ സ്വീകരിച്ചത് മുഹറം 10-ന്. നൂഹ് നബിയുടെ കപ്പല് ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ടത് മുഹറം 10-ന്. സുലൈമാൻ നബിക്ക് അധികാരം കിട്ടിയത് മുഹറം 10-ന്. ഇദ്രീസ് നബിയെ സ്വർഗലോകത്തേക്ക് ഉയർത്തിയത് മുഹറം 10-ന്. അയ്യൂബ് നബിയുടെ രോഗം സുഖപ്പെട്ടത് മുഹറം 10-ന്. യൂനുസ് നബിയെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയത് മുഹറം 10-ന്. ഫിർഔനും കൂട്ടരും ചെങ്കടലിൽ മുങ്ങിക്കൊല്ലപ്പെട്ടത് മുഹറം 10-ന്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് എന്ന ഗ്രന്ഥം ഇറക്കപ്പെട്ടത് മുഹറം 10-ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീ കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെട്ടത് മുഹറം 10-ന്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ നിന്നും രക്ഷപ്പെട്ടത്, ജയിൽ മോചിതനായത് മുഹറം 10-ന്. യഅ്കൂബ് നബിയുടെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയത് മുഹറം 10-ന്. നമ്മുടെ നബി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഅസൂമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കപ്പെട്ടത് മുഹറം 10-ന്. ഭൂമിയിൽ ആദ്യമായി മഴ വർഷിച്ചത് മുഹറം 10-ന്. ഇത്തരം ഒരുപാട് സംഭവങ്ങൾ കൊണ്ട്, ഒരുപാട് പവിത്രമായ ശ്രേഷ്ഠമായ സംഭവ വികാസങ്ങൾ കൊണ്ട് അരങ്ങേറിയ, അല്ലെങ്കിൽ അത്രക്കും പവിത്രമായ ഒരു മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. ഈ സംഭവങ്ങളെല്ലാം നടന്നത് മുഹറം 10-നാണ്. അതുകൊണ്ട് ആ ദിവസത്തെ നോമ്പ് അത്രക്കും ശ്രേഷ്ഠമായ നോമ്പാണ്. അടുത്ത വർഷം ഞാൻ ഉണ്ടാവുകയാണെങ്കിൽ മുഹറം 9-ന്റെ അന്നും താസൂആ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ ശാരീരികമായി ഓക്കെ ആണെങ്കിൽ ഈ നോമ്പ് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ആവേശപൂർവ്വം ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഷെയറിലൂടെ ഈ അറിവ് കിട്ടിയിട്ട് ഈ ദിവസം ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചാൽ, ആരെങ്കിലും ഈ പുണ്യം ചെയ്താൽ അതിൻ്റെയൊക്കെ ഒരു ക്രെഡിറ്റ്, അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം ഇസ്ലാമിൻ്റെ മാനദണ്ഡ പ്രകാരം മിസ്ലു സവാബ് എന്ന് പറയും, തത്തുല്യ പ്രതിഫലം. നിങ്ങൾ കാരണം ഒരാൾ നന്മ ചെയ്താൽ, നിങ്ങൾ കാരണം ഒരാൾക്ക് ഒരു അറിവ് ലഭിച്ചാൽ അതിന് കാരണക്കാരനായ വ്യക്തിക്ക് കൂടി അതേ പ്രതിഫലം, സെയിം പ്രോഫിറ്റ്, അതേ പ്രതിഫലം കിട്ടുമെന്നാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. മുഹറം നല്ല രീതിയിൽ സാക്ഷി പറയുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ്. ഊസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.